السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സദാത്യങ്ങൾ, വലിയ മഹാന്മാരായ ഉസ്താദുമാർ, നമ്മുടെ സംഘടന നേതൃസ്ഥാനങ്ങളിലിരിക്കുന്ന മഹോന്നതന്മാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സഹോദരങ്ങളെ, ഉസ്താദുമാരെ, നമ്മുടെ വയനാട് പാടന്തറ മർക്കസിന് കീഴിൽ നടന്നു വരുന്ന പല പരിപാടികൾ, അതിൽ ഒരു പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. ചെറിയ സംഗതിയല്ല. കേരളത്തിൽ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ പല പ്രവർത്തനങ്ങൾ എത്രയോ കാലങ്ങളായി നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി വേറെ എവിടെയും ഇങ്ങനെ നടക്കാറില്ല. ഇവിടെയാണെങ്കിൽ വർഷങ്ങളായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ ഒരു നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ജനങ്ങൾക്ക് അതിന് ഭാഗ്യം കൊടുത്തു. അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ. അതിനു വേണ്ടി ആരൊക്കെ ഏതൊക്കെ നിലക്ക് പ്രവർത്തിച്ചുവോ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം റഹ്മാനായ റബ്ബ് നൽകുകയും ഇനിയും ഈ സംഭവം ഇവിടെ നിലനിന്ന് കാലങ്ങൾ ഇതേപോലെ മുന്നോട്ട് പോവുകയും ചെയ്യട്ടെ. അതിനുവേണ്ടി ആരൊക്കെ മുന്നിൽ നിന്നുമോ പ്രവർത്തിച്ചോ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം റബ്ബ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നാമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദും നമ്മുടെ ഈ സഭയിലേക്ക് എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം സ്ലിയാർ ദേവർസോല
ഇതിനെല്ലാം കാരണമാക്കിയത് അബ്ദുസ്സലാം മുസ്ലിയാരുടെ കുറേ കാലം മുമ്പ് തുടങ്ങിയ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ, പഠിക്കുമ്പോൾ തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ അല്ലാഹു തആല അതിനെ വലുതാക്കി അത് വലിയ ഒരു സംഭവമായി മാറി. ലോകത്തെവിടെയും ഇല്ലാത്ത രൂപത്തിൽ ഉസ്താദ് തന്നെ ഒരിക്കൽ പറഞ്ഞ് ഞാൻ കേട്ടു. ഞാൻ ഇത് കുറേ മുമ്പ് കണ്ടതാണ്, ആരംഭിക്കണം, ഇത് ചെയ്യണം, ആവശ്യമാണെന്ന് കണ്ടിട്ട് അതിനൊക്കെ ചെയ്യാമെന്ന് വെച്ചെങ്കിലും പക്ഷേ പല കാരണങ്ങളാൽ ഇതുവരെ അത് നടന്നിട്ടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ആർക്കും കഴിയാത്ത ഈ സംഗതി ദേവർസോല അബ്ദുസ്സലാം മുസ്ലിയാർക്ക് അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുത്തു ഇന്ന് ഉസ്താദ് ഒരിക്കൽ പറഞ്ഞ് ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഞാനും തന്നെ ഞാൻ വട്ടേക്കാട് എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്തൊരു സ്ഥലത്ത് മുദരിസായി നിൽക്കുമ്പോൾ ഒരു 150-160 കുട്ടികൾ ഉള്ള വലിയ ദർസാണെന്ന് എൻ്റെ ദർസ്. അപ്പം ആ ദർസിൽ പഠിക്കാൻ വേണ്ടി അബ്ദുസ്സലാം മുസ്ലിയാർ എൻ്റെ അരികിൽ വന്നു. അവിടെ ചേറ്റുവ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെന്താണ് അപ്പോൾ ഇവിടെ ചേരുന്നതിൻ്റെ ഉദ്ദേശം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു കൊല്ലം കൂടി ഇവിടെ ഓതിയിട്ട് പിന്നെ ഒരു കോളേജിൽ പോയി സനതെടുത്ത് എവിടെയെങ്കിലും ചെറിയ ഒരു ദർസിന് വേണ്ടിയൊക്കെ നിൽക്കണം എന്നൊക്കെ എൻ്റെ ഉദ്ദേശമുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പലതും പറഞ്ഞു കൊടുത്തു, പല കോളേജുകളും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങോട്ട് പുറത്തു പോകാനല്ല, ഉസ്താദിൻ്റെ കരുവ് വന്ന് ഒരു കൊല്ലെങ്കിലും ഇവിടെ നിൽക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ നിന്ന് പോകുമ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ സനത് കൊടുക്കണ കോളേജില്ല, അപ്പോൾ സനതും ഉണ്ടാവില്ല, ഒരു കൊല്ലം ഇവിടെ ഓതിപ്പോവാന്നേ ഉള്ളൂ. അപ്പം ഇയാൾ അമ്മോനോടൊപ്പം ഒരു മുസ്ലിം ഒപ്പമുണ്ട്. അപ്പോൾ അവരുടെ കഥകളും സംഗതികളൊക്കെ പറഞ്ഞപ്പോൾ സങ്കടം തോന്നി. അബ്ദുസ്സലാം മുസ്ലിയാരുടെ വാപ്പ ഉമ്മായിയുടെ കൂടെ ഇവിടെ കൂടി ജീവിക്കല്ല, ഉമ്മാൻ്റെ കൂടെ അബ്ദുസ്സലാം മുസ്ലിയാരുണ്ട്. മൂപ്പരെങ്ങനെ ജീവിക്കുന്നു? പക്ഷേ ഇമ്മയും ബാപ്പയും ഒരുമിച്ച് നിൽക്കല്ലാത്തത് കൊണ്ട് അതൊരു സുഖകരമായ നൃത്തമല്ല. ഇങ്ങനെയെല്ലാം കൂടി പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആകട്ടെ, ഒരു ദർസിൽ നിന്നുള്ള ഒരു കേവലം ഒരറിവെങ്കിലും ആവുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. അങ്ങനെ അവിടെ നിന്ന് ചെറിയ ചെറിയ രീതിയിൽ അവിടുത്തെ കുട്ടികൾക്ക് തന്നെയും നമ്മൾ ദർസിൻ്റെ ചില ചെറിയ ഭാഗങ്ങളൊക്കെ വെച്ചു കൊടുത്തു. അങ്ങനെ അബ്ദുസ്സലാം മുസ്ലിയാർ നമ്മുടെ ദർസിലെ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ദർസ് നടത്തുകയാണ്. അപ്പോൾ ചെമ്മാട് പള്ളിയിലെ
ഖത്തീബ് അവിടുന്ന് ഒഴിഞ്ഞിരിക്കുന്നു. അയാൾക്ക് വേറെ ജോലി കിട്ടി, അയാൾ പോയി. അപ്പം അവിടെ നമുക്കൊരു ഖത്തീബ് വേണമല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു, നമ്മളാ മുസ്ലിയർ ഇപ്പം നമ്മൾ ചെറിയ ദിവസമൊക്കെ വെച്ച് കൊടുത്ത മുസ്ലിയർ നല്ല ഖുതുബയാണ്, ആളുകൾക്ക് നല്ല താല്പര്യമാണ്. അല്ല, ഖുതുബയും ഇമാമത്തും അയാളെ ഖിറാഅത്തും അതെല്ലാം ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ അദ്ദേഹത്തിന് അവിടുത്തെ ഖത്തീബ് ഇമാമത്ത് പോസ്റ്റും പിന്നെ കുട്ടികൾക്ക് ഉള്ള ഒരു ദർസ് കയറും. 6ാമത്തെ മുദരിസായിട്ട് ഒരു ദർസും വെച്ചു. അൽഹംദുലില്ലാഹ്, അങ്ങനെ തുടങ്ങിയ തുടക്കം അത് പിന്നെ അദ്ദേഹത്തിന് നല്ല മുദരിസായി പലയിടത്തും നിർത്തി. അവിടെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കോളേജുകളിൽ, സ്ഥാപനങ്ങളിലും ദർസുകളിലുമൊക്കെ നിന്നു. അങ്ങനെ വലിയ ദർസായി. ഈ സ്ഥാപനം വലിയ ദർസായി. ഇവിടെയും നിന്നു. അങ്ങനെ പഴയടത്തുമായി നിന്ന് വലിയ മുദരിസായി തന്നെ നിയമിക്കപ്പെടുകയും അങ്ങനെ എല്ലാ ദർസുകളും സംഗതികളും ഇവിടെ എങ്ങനെ ഒരു സ്ഥാപനമൊന്നും വരും എന്ന് ആരും വിചാരിച്ചിട്ട് പോലുമില്ല. അങ്ങനത്തെ ഈ സ്ഥലത്ത് വമ്പിച്ച ദർസുകൾ ചെയ്യാൻ കഴിഞ്ഞു. ഉസ്താദുമാർ, മഹാന്മാർ, സദാത്യങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ആശീർവാദം തന്ന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനം തന്ന് ഈ സ്ഥാപനത്തെ ഉയർത്തി. പണ്ടാർക്കും അറിയാത്ത സ്ഥാപനം ഒരു വലിയ സ്ഥാപനമായി മാറി. പടന്തറ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നൊരു സ്ഥാപനമായി മാറി. ഇവിടുത്തെ വലിയ വലിയ കഴിവുകാരും മുതലാളിമാരും എല്ലാ നിലക്കും ഭൗതിക രംഗത്തൊക്കെ വലിയ വലിയ സ്ഥാനമുള്ളവരും ആരും വിചാരിച്ചാൽ നടക്കാത്ത സംഗതി, ഒരുപാട് സംഗതി, 1, 2, 3, 4 സംഗതിയല്ല, അതെല്ലാം ഇവിടെ നടത്തിപ്പോകും. ഇതിനൊക്കെ ഈ ഭൂമി തന്നെ സാക്ഷിയാണ്. ഇവിടുത്തെ ജനങ്ങൾ സാക്ഷിയാണ്. ഒരു നിലക്കുള്ള പ്രശ്നം കൂടാതെ, എന്തെങ്കിലും ഒരു അപശബ്ദം പോലും ഇല്ലാതെ വളരെ സമാധാനത്തോടെ നീതിയോടെ സന്തോഷത്തോടെ നടക്കുന്ന വലിയ ഒരു പരിപാടിയാണിത്. നമുക്കറിയില്ലേ, ഒരു വീട് നിറയെ പെൺകുട്ടികൾ കെട്ടിക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ ആ കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിൽ ആക്കി ആ വീടുകളിലും ആ കുടുംബങ്ങളിലും ആ രാജ്യങ്ങളിലും ആ പറഞ്ഞ ടൗണുകളിലുമൊക്കെ ആ സന്തോഷം വ്യാപകമായി കിടക്കുന്നത് നാം കാണുകയാണ്. അവർ എല്ലാവരെ പോലെയും അവരുടെ കല്യാണങ്ങളും മറ്റ് സംഗതികളും ഭംഗിയായി നടക്കുന്നു. അതോടൊപ്പം അവരുടെ ആ ഉദ്ദേശം പോലെ ആ കല്യാണവും പരിപാടിയും ഒക്കെ നടത്താനുള്ള വഴികളെല്ലാം എല്ലാവരും ചേർന്ന് അവർക്ക് ചെയ്തു കൊടുത്തു. എത്ര മതക്കാരുണ്ട് ഇവിടെ! എല്ലാവരും തമ്മിൽ പൂർണ്ണ സഹോദരത്വം. പല മതസ്ഥരും, പല വിശ്വാസക്കാരും, പല ആചാരക്കാരും, പല അനുഷ്ഠാനക്കാരും
ഒക്കെ ഉണ്ടെങ്കിലും അവിടെയൊന്നും ഒരു പ്രശ്നവുമില്ല. അവർ അവരുടേതായ മതം, അവരുടെ എല്ലാ ചിട്ടകളും സംഗതികളും ഒക്കെ നടത്തുന്നതോടെ അവരവരുടേതായ മതപ്രകാരം അവരുടെ എല്ലാ സംഗതികളും ചടങ്ങുകളും ഒപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തിപ്പോകുന്നു. അങ്ങനെയാണ് ഇത്രയും കാലം ഇവിടെ നടന്നെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ സലാം ഉസ്താദ് ഈ രാജ്യങ്ങൾ മുഴുവൻ അങ്ങനെ കൊണ്ടുപോയതുപോലെ അതേ രീതിയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു രീതി ഉണ്ടാക്കി എല്ലാവരെയും ഒരേ ചട്ടക്കൂടിനുള്ളിൽ നിർത്തി സാഹോദര്യത്തിൻ്റെ മേഖല ഇനിയും വലുതാക്കണമെന്ന് എല്ലാവരോടും നല്ല വാക്യത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം നിൽക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.